ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള ഫീസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല മനസ്സിൽ, എന്നാലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പുതിയ സെറ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യട്ടെ. അയൺ വിൽക്കാൻ വയ്ക്കാം. നമ്മുടെ അയണൊക്കെ ഇവിടെ ഫുള്ള് ഉരുക്കി റെഡി ആയിട്ടുണ്ട്. ഈ അയൺ കൊണ്ട് നമുക്കൊരു സോഡ് ഉണ്ടാക്കാം, എക്സ് ഉണ്ടാക്കാം, പിക്കേക്സ് വേണം, പിക്കേക്സ് ഉണ്ടാക്കാം. അത് മാത്രമേ പറ്റുള്ളൂ, അത് മാത്രമാണ്. നോക്കട്ടെ. ഓക്കെ, അങ്ങനെ അത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടണ കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഡയമണ്ട് കണ്ടുപിടിച്ച് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ തന്നെ ആ കേവിൽ നിന്ന് 2 ഉണ്ടാക്കി. എനിക്ക് എൻചാന്റിങ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം ഈ എപ്പിസോഡിൽ തന്നെ. അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയ കാരണം. ഇനി ഒരെണ്ണം. ഓക്കെ, ഇനി നമ്മൾ ഒരു ഹോൾ കൂടി ഉണ്ടാക്കി. ഫുള്ള് സെറ്റായി. നമുക്ക് ഇത് ഇവിടെ ഇട്ടിട്ട് ആ ഡയമണ്ട് പിക്കാക്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് നേരെ പോവാം, നേരെ വിടാം. പിന്നെ അവിടുത്തെ കുറച്ച് നമ്മൾ കവുണ്ടല്ലോ, അതിനും തല്ലിക്കൊല്ല. കുറേ വട്ടം ബ്രീഡ് ഉണ്ട്. കുട്ടികളിന് മാത്രം ബാക്കി വയ്ക്കാം. കാരണം എന്തങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് ഭക്ഷണമാണ് കഴിക്കാൻ കൊല്ലാം. എവിടുന്ന ഉണ്ടാക്കുന്നത്? ഞാനൊന്നും വെക്കണത് തന്നെ വേണം. അത്രയും കിട്ടുമ്പോൾ നമുക്ക് 8 സ്റ്റേക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങളാണ്. നമുക്ക് 8 സ്റ്റേക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ വരണം. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ വയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ എങ്ങനെ വയ്ക്കും? ക്രാഫ്റ്റിന്റെ കൊടുത്തിട്ട് ഈ പൊട്ടെടുത്ത് പ്ലാങ്ക് ആക്കി, ആ പ്ലാങ്ക് ഫുള്ള് സ്ലാബ് ആക്കി. ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ വയ്ക്കാൻ. ഓക്കെ, ഈ ഭക്ഷണം വെച്ചാലേ ഭക്ഷണം വേവുള്ളൂ. ആ ഒരു അന്തം വേണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വില്ലേജ് തൊട്ട് ലൂട്ടാവും. എന്താ വെച്ചാ എന്താ ജസ്റ്റ് ഇരിക്കാൻ വയ്യ. ഒരെണ്ണം അങ്ങ് കഴിച്ചു. നമുക്ക് എടുക്കാം, ഇതിൻ്റെ ആവശ്യമില്ല അവിടെ. ഇതൊക്കെ എന്താന്നറിയില്ല ഇങ്ങനെ നടക്കുന്നത്. ഒന്ന് വേഗമായി കഴിഞ്ഞാൽ നമുക്ക് മൈനിങ് പോയിരുന്നു. ഇത് മിക്കവാറുള്ള ഭക്ഷണം ഫുള്ള് ഞാൻ ഇപ്പൊ തന്നെ തിന്നിരിക്കുന്നതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇവിടെ നിൽക്കല്ലേ, കുറച്ചെണ്ണത്തിനും കൂടിയും പോയിട്ട് തട്ടി വരാം. അതാകുമ്പോ തന്നെ കുറെ ഭക്ഷണം കിട്ടൂലോ അവിടെ. ഒന്നേ ഇനി നിക്ക്, ഒരാളെ കിട്ടിയിട്ടുണ്ട്. 2 3 4 ആൻഡ് 5 6 7 8 9 10. ഓക്കെ, 2 പശുക്കളും 2 ആടും അത്ര മതി. ബാക്കിയൊക്കെ ഇനിയും കൊണ്ടുണ്ട്. നമുക്ക് നേരെ ഉണ്ടാക്കി ഇവിടെ കുറച്ച് ഭക്ഷണം റെഡി ഉണ്ടാവും. ഇതും ഇത് കൊടുത്തിട്ട് നമുക്ക് നേരെ മൈനിങ്ങിന് പോവാം. ഒരെണ്ണം കൂടി എങ്ങനെയെങ്കിലും ഐ മീൻ ഗൈസ്, ഷുഗർ കെയിൻ ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ ഫാം ആക്കിയിട്ടില്ല. എന്ത് മണ്ടനാണ്. ഷുഗർ കെയിൻ എന്തെങ്കിലും ഫാം ആക്കിയാല് നമുക്ക് അയ്യോ പോയേനെ. ഷുഗർ കെയിൻ ഒരു ഫാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഷുഗർ കെയിൻ ആക്കിയിട്ട് ബുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഷുഗർ കെയിൻ നട്ടില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? ഇതെന്ന് പറഞ്ഞെടുക്കുക, ഇവിടെ വയ്ക്കുക. അയ്യോ, ഓക്കെ. ഇനി വെള്ളം എടുക്കുക, ഇവിടെ വയ്ക്കുക. ഇവിടുന്ന് വെള്ളം എടുക്കുക, ഇവിടെ വയ്ക്കുക. ഇവിടുന്ന് വെള്ളം എടുക്കുക, ഇവിടെ വയ്ക്കുക. ഇവിടുന്ന് വെള്ളം എടുക്കുക, ലാസ്റ്റ് ഇവിടെ വയ്ക്കുക. എല്ലാം സെറ്റായി. ഇനി ഫുള്ള് ഷുഗർ കെയിൻ ആക്കിയാൽ മതി. ബണ്ടിൽ നിന്ന് നമ്മുടെ ഷുഗർ കെയിൻ എടുക്കുക, നേരെ അങ്ങോട്ട് കൊണ്ടുപോവുക, നട്ട് അങ്ങോട്ട് വയ്ക്കുക. അത്രേ ഉള്ളൂ. 1 2 3
4, 5, 6, 7, 8, 9, 10. 10 കിട്ടി. 10 നട്ടുവെച്ചു. ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താണ് ഞാൻ കാണുന്നത്? ഒക്കെ ഏത് മൃഗത്തിന് കണ്ടാലും എടുക്കുക. എനിക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആണ്. അവൻ എന്റെ കൈ കൊണ്ടല്ല മരിച്ചു. വീരനാണ് അവൻ, വീരൻ. ഫാൾ ഡാമേജ് അടിച്ചിട്ടാണ് മരിച്ചു. ഫാൾ ഡാമേജ്. ആൻഡ് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ കിട്ടിയൊരു കേവ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ട് ഈ എൻചാൻറ്റിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അവൻ എന്തെങ്കിലും ട്രേഡ് തരുമോ? എന്തെങ്കിലും തരാൻ ഉപകാരമായിരുന്നു. ഓക്കെ, ഒരു ഹേബയിൽ ഒരു എമറാൾഡോ അത്യാവശ്യത്തിന് കുഴപ്പമില്ലായിരുന്നു. ഇതെന്ത് സംഭവം? ഫയറി ബുഷോ? അതെന്താ? പിന്നെ ഇത് ഒരെണ്ണം കൊടുത്ത 3 എമറാൾഡ്, ഒരെണ്ണം ഇത് കൊടുത്ത്. അണക്കൊക്കെ പോയിട്ട് ജോലി നോക്കണം. ഇത് ജോലി തന്നെയാണ്, പക്ഷെ ഇത് നക്കാപ്പിച്ച ജോലി. ഇത് പാപ്പരാസി. നമുക്ക് വേറെ ഏതെങ്കിലും ഇതിനേക്കാളും നല്ലതൊന്നും കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാം. അല്ലാതെ ഇവന്റെ നോക്കിയാ ഉള്ള നമ്മുടെ പാടും പോകുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ പറയാൻ മറന്നു, നേരത്തെ കൊന്നത് 7 ആയിരുന്നു. ഇപ്പൊ കൊല്ലണത് 8, 9. ഗൈസ് 10 കൊന്നത് ഞാൻ കാണിക്കാൻ പറഞ്ഞു. എന്നാലും 10. ഇനി നേരെ പോവാ. ഇനി എന്തെങ്കിലും കാണുമ്പോ നമുക്ക് ഇനി നമ്പർ എണ്ണം തുടങ്ങാം. ഇത്രയും കൊന്നിട്ട് വലിയ കാര്യമില്ല, നമ്മൾ തിന്ന് ചാവും. കേവ് എവിടെയായിരുന്നു? ഒരു പിടുത്തം കിട്ടുന്നില്ല കേവ് എവിടെയായിരുന്നു. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്ന ഒരു ഓർമ്മ ഉണ്ട്. ഓർമ്മ തന്നെ ഉള്ളൂ. പിന്നെ കേവ് 11. അടുത്തൊരാളുണ്ട് 12. 12. ബെഡ് എടുക്കാൻ മറന്നു. ബെഡുണ്ട്. 12ആയി. പക്ഷെ നമുക്ക് കേവ് ഇപ്പൊ ഇവിടെ എവിടെയും ആയിരുന്നില്ലേ? 13 ഇപ്പൊ തന്നെ എടുത്തോ. 13. 10. കേവ് അവിടെ പോയി. ആദ്യം ഒന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് കേവ് നോക്കാം. എന്റെ ബെഡ് പർപ്പിൾ ബെഡാ. ആ സ്പ്രൂസ് വില്ലേജർമാർക്ക് കയ്യില് പർപ്പിൾ ബെഡ് മാത്രം. വേറൊരു ഇത് ആകാശത്ത് നിൽക്കണേ. നമ്മളിപ്പോ കടന്നുറങ്ങിയത് ആകാശത്തായിരുന്നു അല്ലേ? മൈൻക്രാഫ്റ്റ് പിന്നെ ലോജിക്കലും ഫിസിക്സിലും 1 നമ്പറാണ്. അതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിക്കാം. അതിപ്പോ എത്രയായിരുന്നു? ആകെ മറന്നുപോയി. 4 എത്രയായിരുന്നു? 13 തോന്നുന്നു. നമുക്ക് 13 ഇനി നമുക്ക് നേരെ ആരപ്പോ നടന്നായിരുന്നു? 2 ഇത് തന്നെ 1. അടുത്ത വയരും അടുത്തടുത്ത് 2. 2 ഇവന്മാര് വെറുതെ മനുഷ്യനെ ഉറപ്പിക്കാനായിട്ട് വന്നോളൂ. അവിടെ കേവ് തപ്പി നടക്കുന്ന എന്താ ഇതിലൊക്കെ അവന്മാരുടെ പൊന്നേരം. ഇപ്പൊ കാണുന്നൊക്കെ നമ്മൾ അതൊക്കെ വലുത്. ഇതല്ലേ കേവ്? ഇതല്ല. അയ്യോ ഇതല്ല. ഇങ്ങോട്ടായിരുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. കേവ് കിട്ടുമ്പോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഉറപ്പാണ് കാണിക്കാം. നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞുതരാം. ഇതാണ് എന്റെ ഭാഗ്യം. എന്താ ഭാഗ്യത്തിനെ പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങക്ക് കേവ് കിട്ടി കാണിക്കാന്ന്. അവിടുന്ന് 2 അടി അത്രയും നേരം തരാത്ത സാധനം ഇന്റെ ഭാഗ്യം കൊണ്ട് വീട് കട്ട് ചെയ്തപ്പോ 2 അടി നടന്നപ്പോ 2 ബ്ലോക്ക്, കറക്റ്റ് 2 ബ്ലോക്ക് 3 ബ്ലോക്ക് നടന്നപ്പോ കേവും കിട്ടി. ഞാൻ ഇങ്ങോട്ട് ചാട് ചെയ്ത്. അതാണ് എന്റെ ഭാഗ്യം. അയ്യോ പറ്റൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഹാർഡ് കോർ വേൾഡ് ഇത്രേ ഉള്ളൂ. പ്ലീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് നമുക്ക് അടുത്ത വേൾഡ് ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. ഗൈസ് ഞാൻ ചത്തു. ഇത് ആദ്യത്തെ ഹാർഡ് കോർ വേൾഡ്.
ഓ അയ്യോ എന്തത് അയ്യോ ഞാൻ ശരിക്കും കരയാണ് ഗയ്സ്. ഞാൻ ഷീൽഡ് പിടിക്കാൻ മൈൻ ഷാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലേ. ഞാൻ ആ ഷീൽഡ് പിടിക്കാൻ നോക്കിയിരുന്നു, പക്ഷെ പിടിക്കണതിന്റെ മുമ്പ് ഒറ്റ പൊട്ടിത്തെറി ഞാൻ കൊന്നു ഗയ്സ്. ഹാർഡ് കോർ വേൾഡ് എത്ര നാള് പൊന്നായിട്ട് നോക്കി നടന്ന ഹാർഡ് കോർ വേൾഡ് ആയിരുന്നു, ഒറ്റയടിക്ക് ചത്തു. പിന്നെ എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം എനിക്ക് അറിയാം അധികം വഴുകാതെ തന്നെ എൻ്റെ ഹാർഡ് കോർ വേൾഡിൽ ചാവും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അത്ര വിഷമമൊന്നുമില്ല, കാരണം ഞാൻ ഇതുവരെ ഒരു വേൾഡിലും 10 വട്ടത്തിന് കുറഞ്ഞ് ചാവാതെ ഇരുന്നിട്ടില്ല. സത്യത്തിൽ പറയുകയാണ്, 10 വട്ടം കുറഞ്ഞ് ചാവാതെ ഇരുന്നിട്ടില്ല. പിന്നെ ഹാർഡ് കോറിൽ ഒരു വട്ടം പോലും ചാവാ അത്രയും നേരം കാലം പിടിച്ചെന്ന് അതിൻ്റെ ഭാഗ്യം എന്തോ യൂട്യൂബും നിങ്ങൾക്ക് കാണുന്നുള്ള ഭാഗ്യവും ഈ വേൾഡ് കളിക്കണം എന്നുള്ള ഭാഗ്യം കൊണ്ടാവും. എന്തൊക്കെയായാലും വിഷമുണ്ട്. സർവൈവൽ സീരീസ് തുടങ്ങിയായിരുന്നു. നമ്മുടെ വീട് എവിടെയോ ആയിരുന്നു. പ്യോർ സർവൈവലായിരുന്നു, ഒന്നും ചീറ്റിങ് വരില്ല. അങ്ങനെ സർവൈവല് നമ്മൾ ഡയമണ്ട് പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ പോയി ചത്തു. ഞാൻ അങ്ങനെ വിട്ടുതരില്ല, അധികം വഴുകാതെ തന്നെ ഗൈസ് ഒരു ഹാർഡ് കോർ സീരീസും കൂടി കാണും. ഇതിൻ്റെ വാക്കാണ്, ഒരു ഹാർഡ് കോർ സീരീസ് കൂടി കാണും, അതിലിഞ്ഞി ചാവില്ല, ഞാനാ പറയണത്. അപ്പൊ ഈ വീഡിയോ വിടുന്ന ആ ദിവസത്തെ പിറ്റേ ദിവസം തന്നെ അടുത്തൊരു വീഡിയോ വരും, ഉറപ്പാണ്. നിങ്ങൾ കാത്തുന്നോ. നമ്മളങ്ങനെ നമ്മുടെ ഹാർഡ് കോറുകളിൽ അതിമനോഹരമായി സക്സസ് ആയി ചത്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു മറ്റേ എന്തപ്പോ പറയാ, ബുക്ക് ഉണ്ടാക്കണം, ഷെൽഫ് ഉണ്ടാക്കണം, ഒന്നും പറയല്ല. ടാറ്റ ബൈ ബൈ അത്രയ്ക്ക് പറയുള്ളൂ, വേറെ ഒന്നും പറയല്ല. ഭണ്ഡാരം നല്ല വിഷമുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ അടുത്തൊരു സീരീസ് ഉണ്ടാക്കും ഹാർഡ് കോറിന്റെ, അതിലൊന്നും ഞാൻ ചാവില്ല, ഞാൻ തരുന്ന വാക്കാണ്. ഞാൻ മാക്സിമം നന്നായിട്ട് കളിക്കും. അത് ഹാർഡ് കോർ ആയി എന്ന് അറിഞ്ഞിട്ടും കൂടി എനിക്ക് എന്താ മറ്റേ ഇതില്ലേ ഒരു ഹാർഡ് കോർ എന്തപ്പത് അങ്ങനത്തെ ഒരു മൈൻഡിലിരുന്ന് ഞാൻ കളിച്ച്, അതുകൊണ്ടാണ് ചത്തുന്നത് 100% എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ വീഡിയോ ശരിക്കും അപ്ലോഡ് ചെയ്യേണ്ട കരുതിയതാണ്, പക്ഷെ യൂട്യൂബിൽ ഞാൻ ഹാർഡ് കോർ വീഡിയോ കുറേ ദിവസമായി ഇടാത്തത്. അപ്പോൾ എന്തായാലും ഇടണമെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ ഇടാന്ന് കരുതിയത്. പ്ലീസ് എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എന്താ നമുക്ക് ഇനി അടുത്തൊരു സീരിയസ് ആയിട്ട് കാണാം. എല്ലാവരും നമ്മുടെ ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.